ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മളെല്ലാവരും റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അഥവാ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ പാക്ക് മേടിക്കാറുണ്ട്. അപ്പം ഞാനങ്ങനെ മിക്കവാറും മേടിക്കാറാണ് പതിവ്. അപ്പോൾ റോസ് വാട്ടർ മേടിക്കും ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഫേസിന് നല്ല അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ റോസ് വാട്ടർ എങ്ങനെയാണ് എടുക്കണമെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ നല്ല റോസാപ്പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ വാട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുക, റോസ് വാട്ടറായിട്ട് യൂസ് ചെയ്യണത്. അത് ആ റോസാപ്പൂവിൻ്റെ സുഗന്ധം തന്നെ നല്ല ഇതല്ലേ. അപ്പം അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് റോസ് വാട്ടറിന്. അതെന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം പറ്റുന്നവർ നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് മേടിക്കാതിരിക്കാൻ നോക്കുക. മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, കെമിക്കൽ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത് മേടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പറയാം കേട്ടോ. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിന് ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടല്ലോ, ആ ഡ്രൈനെസ് നല്ലോണം മാറിക്കിട്ടും. ഡ്രൈനെസ് മാറിയിട്ട് ഫുള്ളി എന്താ പറയുക, ഒരു നമ്മുടെ ജലാംശമൊക്കെ നൽകുന്ന രീതിയിൽ ടോണർ യൂസ് ചെയ്ത് ടോണറായിട്ടൊക്കെ റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ജലാംശത്തിൻ്റെ ഒരു ഇതുണ്ടാകും. വരൾച്ച അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈനെസ് ഒക്കെ ഉള്ളത് മാറിക്കിട്ടും. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, അങ്ങനെ ഓയിലി സ്കിന്നെന്നോ ഡ്രൈ സ്കിന്നെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പിനേഷൻ സ്കിന്നെന്നോ ഇല്ല. എല്ലാവർക്കും തന്നെ റോസ് വാട്ടർ യൂസ് ചെയ്യാം. അറിയാലോ അല്ലേ, നമ്മുടെ സ്കിന്നിനൊരു പി എച്ച് വാല്യൂ ഉണ്ട്. ആ പി എച്ച് വാല്യൂ എന്താണെങ്കിലും അത് പി എച്ച് വാല്യൂവിനെ നമ്മുടെ സ്കിന്ന് അത് ഡ്രൈ ആയിട്ടാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും അതിൻ്റെ പി എച്ച് വാല്യൂ എന്താ പറയുക, കറക്റ്റായിട്ട് നിർത്താനായിട്ട്, അത് സന്തുലിതാവസ്ഥയിൽ അല്ലെങ്കിൽ അതൊരു ഈക്വലൈസ് ചെയ്ത് നിർത്താനായിട്ട് റോസ് വാട്ടറിന് സാധിക്കും. നമ്മൾ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ക്ലെൻസ് ചെയ്യില്ലേ. അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാൻ റോസ് വാട്ടർ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ മുഖത്ത് മോക്കുരുവൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇത് ആൻറ്റി ബാക്ടീരിയലായിട്ട് പ്രവർത്തിച്ച് മോക്കുരു വരുന്നത് തടയാനും, ഇൻ കേസ് വന്ന മോക്കുരുവിൻ്റെ പാടുകൾ, കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ റിമൂവ് ആകും. നല്ലപോലെ എന്താ പറയുക, ആ കറുത്ത പാടുകളൊക്കെ മാറി വരാനായിട്ടും റോസ് വാട്ടർ നല്ല ഹെൽപ്പാകും. ഓക്കെ, നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടായില്ല, ചെറിയ പോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും, അതെല്ലാം ക്ലോസ് ചെയ്യാനും, പിന്നെ നല്ലൊരു ആസ്ട്രജൻ്റായിട്ട് പ്രവർത്തിക്കും. നല്ല എന്താ പറയുക, ക്ലിയർ ടെക്സ്ചർ കിട്ടും. നമ്മുടെ സ്കിന്നിനൊരു ക്ലിയർ ടെക്സ്ചർ കിട്ടാനായിട്ട് റോസ് വാട്ടർ ഹെൽപ്പിംഗ് ആണ്. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്നവർക്ക് എന്താ കറുത്ത പാടുകളൊക്കെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുക. പിന്നെ ചെറിയ റോളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റോൾ ചെയ്യുക, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അത് ഫേസിലും അങ്ങനെ ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയാനും അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.